അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം സൂറത്തു സൽസല 2-3 സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹാ. ഭൂമി അതിൻ്റെ ഭാരങ്ങളെ പുറത്തിടുകയും ചെയ്താൽ. വഖാലൽ ഇൻസാനു മാലഹാ. ഭൂമിക്ക് എന്താണ് പറ്റിയത് എന്ന് മനുഷ്യൻ ചോദിക്കുകയും ചെയ്താൽ. വഅഖ്റജത്ത് പുറത്തിടുകയും ചെയ്താൽ അൽ അർളു ഭൂമി അസ്ഖാലഹ അതിൻ്റെ ഭാരങ്ങളെ. വഖാല ചോദിക്കുകയും ചെയ്താൽ അൽ ഇൻസാൻ മനുഷ്യൻ മാ എന്താണ് ലഹ അതിന്. കിടുകിടെ വിറപ്പിക്കപ്പെടുന്നതിനെ കുറിച്ചാണ് ഒന്നാമത്തെ സൂക്തത്തിൽ അള്ളാഹു പരാമർശിച്ചത്. ഇവിടെ ഭൂമി അതിൻ്റെ ഭാരങ്ങളെ പുറത്തിടുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. വിശുദ്ധ ഖുർആനിലെ 84-ാം അധ്യായം സൂറത്തുൽ ഇൻഷിഖാഖിലെ 4-5 സൂക്തങ്ങളിൽ അള്ളാഹു പറയുന്നുണ്ട് ഭൂമി അതിനകത്തുള്ളതിനെ പുറത്തേക്കിടും, എന്നിട്ട് അത് കാലിയാകും. അത് അങ്ങനെ ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ചാണ്. അങ്ങനെ ചെയ്യാൻ അത് ബാധ്യസ്ഥവുമാണ്. അത്രയും കാലം ഭൂമി അതിനകത്ത് എന്തെല്ലാം വഹിച്ചു കൊണ്ടുപോയോ എല്ലാറ്റിനെയും പുറത്തേക്കിടുകയാണ്. അത്ര കാലം അവയെ ഗർഭം ധരിക്കാനും വഹിക്കാനും ഏതൊരു നാഥനാണോ കൽപ്പിച്ചത് അതേ നാഥൻ്റെ കൽപ്പന പ്രകാരമാണ് ഭൂമി അതിനകത്തുള്ള എല്ലാറ്റിനെയും പുറത്തേക്കിടുന്നത്. എന്തൊക്കെയാണ് അസ്കാൽ അഥവാ ഭാരങ്ങളിൽ ഉൾപ്പെടുക? ഭൂമിക്കകത്തുള്ള എല്ലാ ഖനിജങ്ങളും സ്വർണങ്ങളും ബാക്കിയെല്ലാം ഉൾപ്പെടും. ഇന്ന് മനുഷ്യൻ അത്തരത്തിലുള്ള സമ്പത്തിന് വേണ്ടിയാണ് തമ്മിലടിച്ചു കൊണ്ടിരിക്കുന്നത്. ശരിയും തെറ്റും നോക്കാതെ അത്തരത്തിൽ സമ്പത്ത് നേടാൻ വേണ്ടി വലിയ അളവിൽ മനുഷ്യരിൽ ചിലർ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയും അതിനു വേണ്ടി എന്ത് അരുതായ്മകളും കടും കൈകളും ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അത്തരം എല്ലാ അധർമ്മികളും എല്ലാ ധിക്കാരികളും എല്ലാ അക്രമികളും കേവലം ചില സ്വർണ്ണാഭരണങ്ങൾക്ക് വേണ്ടി മനുഷ്യനെ കൊന്നുകളയാൻ വരെ തയ്യാറായ ആളുകളും എല്ലാവരും അന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. അവർ എന്തൊന്നിനു വേണ്ടിയാണോ മറ്റുള്ളവരെ കൊന്നത്, അക്രമം ചെയ്തത്, നെറുകേട് പ്രവർത്തിച്ചത്, ഇത് അവർക്ക് ആഗ്രഹിക്കാൻ പോലും കഴിയാത്ത അത്ര വലിയ അളവിൽ മുന്നിൽ വരും. പക്ഷെ ആർക്കും ഒന്നും വേണ്ട. ഭൂമി അതിൻ്റെ ഭാരങ്ങളെ പുറത്തിടുമെന്നതിൽ മരിച്ചവരെല്ലാം പുറത്തു വരികയും അവർ പുനർജീവിപ്പിക്കപ്പെടുകയും ചെയ്യും എന്നുമുണ്ട്. തൊട്ടടുത്ത അധ്യായമായ 100-ാം അധ്യായമായ സൂറത്തുൽ ആദിയാത്തിൽ അള്ളാഹു പറയുന്നുണ്ട് അഫലാ യഅലമു ഇദാ ബുഅസിറ മാ ഫിൽ ഖുബൂർ. അവൻ അറിയുന്നില്ലേ ഖബറിനകത്തുള്ളതെല്ലാം പുറത്തിടപ്പെട്ടാൽ എന്ന്. ഖബറിനകത്തുള്ള എല്ലാം പുറത്തേക്ക് വരും. മനുഷ്യൻ്റെ അവയവങ്ങളെല്ലാം കൂടിച്ചേർന്ന് മനുഷ്യൻ പൂർണ്ണ സൃഷ്ടിയായി മാറും. ഈ ആയത്തിനുള്ള ഈ വ്യാഖ്യാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒന്നാമത്തെ സൂക്തത്തിൽ പറയപ്പെട്ട ഭീകരമായ പ്രകമ്പനം 2-ാം ഘട്ടത്തിൽ, അന്ത്യനാളിൻ്റെ 2-ാം ഘട്ടത്തിൽ ആളുകൾ കൂടിച്ചേരുമ്പോഴുള്ള പ്രകമ്പനമാണ്, ഭൂമികുലുക്കമാണ് എന്ന് പറയുന്നത്. ഭൂമിയുടെ കുലുക്കത്തിൻ്റെ ശക്തിയിൽ അത് അത്രയും കാലം ഗർഭം ധരിച്ചിരുന്ന എല്ലാറ്റിനെയും പുറന്തള്ളും. മനുഷ്യൻ്റെ എല്ലാ കർമ്മങ്ങൾക്കും അത് സാക്ഷിയാണ്. ആ കർമ്മങ്ങൾ അഖിലം ഭൂമിയിൽ വെച്ചാണ് നടക്കുന്നത്. അവൻ്റെ അനക്കങ്ങൾ, അവൻ്റെ അടക്കങ്ങൾ, പ്രവർത്തനങ്ങൾ, അവൻ്റെ വാക്കുകൾ, അവൻ്റെ എല്ലാം ഭൂമിയുടെ സാക്ഷ്യത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെയെല്ലാം ഭൂമി പുറന്തള്ളുന്ന ഒരവസ്ഥയെക്കുറിച്ചാണ് ഈ സൂക്തത്തിൽ അള്ളാഹു പരാമർശിക്കുന്നത്. വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹ. അന്നേരം വളരെ ഭീതിയോടെ പരിഭ്രാന്തിയോടെ മനുഷ്യൻ ചോദിക്കും വഖാലൽ ഇൻസാനു മാലഹ. എന്താണ് ഭൂമിക്ക് സംഭവിച്ചത്? ഈ മനുഷ്യൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ മനുഷ്യരുമാകാം. അന്ത്യനാൾ സംഭവിക്കുമ്പോഴുള്ള അന്താളിപ്പിൽ ചോദിച്ചതാകാം. അതല്ലെങ്കിൽ പരലോക നിഷേധികളാകാം. തങ്ങൾ നിഷേധിച്ചിരുന്ന ഒന്ന് മുന്നിൽ വരികയാണ്, അത് സംഭവ്യമാവുകയാണ്, യാഥാർത്ഥ്യമാവുകയാണ്. അത് കാണുമ്പോൾ അവരുടെ ചോദ്യമാണ് എന്താണ് ഭൂമിക്ക് പറ്റിയത് എന്ന്. അത്തരം നിഷേധികളുടെ പ്രതികരണം സൂറത്ത് യാസീനിൽ 36-ാം അധ്യായത്തിൽ അള്ളാഹു ഇങ്ങനെ പറയുന്നുണ്ട് ഖാലു യാ വൈലന മൻ ബഅസന മിൻ മർഖദിന ഹാദ. അവർ പറയും ഞങ്ങളുടെ നാശമേ, ഞങ്ങൾ കിടക്കുന്നിടത്തു നിന്നും ആരാണ് ഞങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിച്ചത്? സൂക്തങ്ങൾ പാരായണം ചെയ്യുമ്പോൾ 4 അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് ഉച്ചരിക്കുക. ഫ ഫ ഖ ഖ ضاد ضاد قاف قاف. ഇൻസാനു സുക്കൂനുള്ള ന്യൂനിന് ശേഷം സീൻ വന്നിരിക്കുന്നു. സുക്കൂനുള്ള ന്യൂനിനോ തൻവീനിനോ ശേഷം സീൻ ഉൾപ്പെടെയുള്ള 15 അക്ഷരങ്ങളിൽ ഏത് വന്നാലും അവിടെ മറച്ച് മണിച്ച് ഓതണം. ഇഖ്ഫ എന്നാണ് ഈ നിയമത്തിന്റെ പേര്. وأخرجت الأرض أثقالها
أثقالها وقال الإنسان ما لها وقال الإنسان ما لها അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാ നിരക്കും അനുഗ്രഹിക്കുമാറാവട്ടെ.